എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. ആ മിക്സിയുടെ ജാറിലേക്ക് 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ജോലിയൊക്കെ ഉള്ള അവസരങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെയൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഇഡ്ഡലിക്ക് ഒന്ന് ആട്ടി വെച്ച മാവില്ലായിരുന്നു. അപ്പം ഇതിപ്പം മാവ് കട്ടി കൂടി അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശ നമ്മൾ ഇതുപോലെ ഒന്ന് ലൂസ് പരുവത്തിലാണ് എടുക്കുന്നത്. ഇനിയും വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പാനിലേക്ക് നമുക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നീർദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം നീർദോശ തന്നെ പല രീതിയിൽ തയ്യാറാക്കാം. ചിലർ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും, അങ്ങനെയും ഞാൻ റെഡിയാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്, ചെറിയ കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള നീർദോശയാണോ ഇഷ്ടം, അതല്ല ഈ ഒരു രീതിയിലുള്ളതാണോ ഇഷ്ടം? അപ്പോൾ റെഡിയാകുന്ന അനുസരിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പം നീർദോശയൊക്കെ നമുക്ക് ഒരു 3-4 എണ്ണമൊക്കെ കഴിച്ചാലും വയറ് നിറയത്തില്ലേ അല്ലേ? വളരെ കനം കുറച്ചാണ് ചിലർ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിപ്പം ഈ ഒരു കനത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. തീരെ കനം കുറച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറേ എണ്ണം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കണേ. നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ചിലർ ഇതിൽ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. അരിപ്പൊടിക്ക് പകരം മൈദ ചേർക്കും. അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല. ഈ ഒരു നീർദോശ നല്ലതാണ്, പിള്ളേർക്കായാലും കഴിക്കാൻ നല്ലതല്ലേ. അങ്ങനെ ഇപ്പം ദോശയെല്ലാം ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പം നീർദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞിട്ട് സ്ലൈസറിൽ വെച്ച് ഒന്ന് ഹാഫാക്കി സ്ലൈസ് ചെയ്തെടുക്കും കേട്ടോ. മുഴുവൻ കട്ട് ചെയ്തെടുക്കത്തില്ലേ. പിന്നെ ഇത് തന്നെ നമുക്ക് പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമല്ലേ. ഇങ്ങനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മളിത് കറിയിൽ അല്ലെങ്കിൽ റോസ്റ്റിലൊക്കെ ഇതുപോലെ ഇടുമ്പോഴേ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മുഴുവൻ കട്ടായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ഇതുപോലെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സമയമുള്ള ടൈമിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കും കേട്ടോ. അപ്പം നമുക്ക് മൺചട്ടിയിലാണ് ഇതുണ്ടാക്കണത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് പെരിഞ്ജീരകവും ഉലുവയും കൂടി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റില്ല. ഇപ്പം ഞാനിവിടെ ഒരു 3 സവാള കുനുകുനാന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തത്. പിന്നെ മൺചട്ടി ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുകയും ചെയ്യും. ശരിക്കും ഈ പഴമകളിലുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ വഴറ്റിയതൊക്കെ ഒരു സൈഡിലേക്കൊന്ന് ഒതുക്കി കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഓരോ ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആ എണ്ണയിൽ അതൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു പച്ചച്ചൊവ മണവും ഉണ്ടല്ലോ, പച്ചച്ചൊവയും മണമൊക്കെ അടിക്കുമല്ലോ, അതൊന്ന് മാറി കിട്ടുമ്പോൾ എല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കറി റെഡി ആവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ നീർദോശ അങ്ങ് റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഒന്ന് ക്രഷ് ചെയ്തതും 2 പച്ചമുളകും പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ. കറിവേപ്പില തന്നെ പല വിധമുണ്ട്, നിങ്ങൾക്കറിയാവോ? നല്ല മണമുള്ള നാടൻ കറിവേപ്പിലയുണ്ട്. ഇത് നാടനാണ് കേട്ടോ. അപ്പം എന്താ റെഡിയാവാനായിട്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കേനെ. അപ്പം നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ കറിവേപ്പിലയുണ്ട് പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തോ വല്ലാതൊരു അതിനോടൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പം മറ്റൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത മുട്ട ഉണ്ടാ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കാം. റോസ്റ്റ് മീൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് എടുക്കത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് പാകത്തിന് മാത്രമേ ഇതിൽ നമ്മൾ ഓയിൽ ഒഴിക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പം വെറൈറ്റി ആയിട്ട് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പം ഇന്നിപ്പം കറിയുടെ ആവശ്യമില്ലല്ലോ, നീർദോശയും മുട്ട റോസ്റ്റും ഇല്ലേ നല്ല കോമ്പിനേഷൻ. നിങ്ങൾക്ക് നീർദോശയുടെ കൂടെ എന്ത് കഴിക്കാനാണ് ഇഷ്ടം? ഞാൻ 2-3 കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് വെക്കുമ്പോൾ നമ്മളുടെ മുട്ട റോസ്റ്റും റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
അറിയില്ല. വായിക്കാറില്ല. അവസാനം വായിക്കുന്നത് വായിച്ചെടുത്തിട്ടു. സ്പീഡിന് വായിച്ചോ. കൊച്ചിനെ വായിക്കണമെന്നും പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം. അതാണ്. പഠിച്ചോ? പഠിക്കണത് നിസ്കരിച്ചോ? സനക്കുട്ടി നിസ്കരിച്ചോ? നിസ്കരിച്ചായിരുന്നോ? എന്തു പറ്റി? നിസ്കരിച്ചില്ലേ? ഇല്ല. വളരെ സിമ്പിളായിട്ട് വേണമെന്ന് പലരും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ഒരിക്കൽ കൂടി കാണിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്ര 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എങ്കിലേ മസാല ഇതിലേക്ക് ശരിക്കും പിടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ തലേ ദിവസം ഇതുപോലെ മസാല പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പവും പിറ്റേ ദിവസം റെഡിയാക്കാൻ. പിന്നെ കുറച്ച് എണ്ണയിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ നമുക്ക് സവാള സ്ലൈസ് ചെയ്തത് നമുക്ക് ഇതേ എണ്ണയിലിട്ട് തന്നെ നല്ല ഗോൾഡൻ കളർ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. എങ്കിലേ ഇത് നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. കഴുകി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ സവാള ഫ്രൈ ആയത് ഞാൻ മാറ്റുകയാണ്. അപ്പം ഈ ഓയിൽ നമ്മൾ കളയത്തില്ല കേട്ടോ. അപ്പം ഈ ഓയിൽ തന്നെയാണ് ഞാൻ വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പിന്നെ ഓയിൽ വേസ്റ്റ് ആകത്തും ഒന്നും ഇല്ലല്ലോ. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഞാൻ ഇവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആയിരുന്നേ, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല ഒരു മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സവാളയൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലേ ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആവിയിലിരുന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇളക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ. മറ്റൊരു പാനിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ തൊണ്ടമുളക്, 3 പച്ചമുളക്, ഒരു സവാള സ്ലൈസ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇതിനിടയിൽ ഞാൻ ഇതുപോലെ നമ്മുടെ ചിക്കനും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തക്കാളിയിൽ നിന്നൊക്കെ ഊറിയൊന്ന ചാറാണ്. ഈ സമയത്ത് തിളച്ച വെള്ളം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് മാത്രമേ നമ്മൾ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. എങ്കിലേ അത് കറക്റ്റിന് ആ ഒരു രീതിക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പം ഞാൻ ഇവിടെ നമ്മളുടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ശരിക്ക് ഇതിൻ്റെ മീതെ കുറച്ച് നാരങ്ങാ നീരും കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണേ. തമ്മിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്.
അത് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് നടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? കൈമ റൈസിൽ ഉണ്ടാക്കുന്നതാണോ അതേ ബസ്മതി റൈസിൽ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം? ഒന്ന് പറയുക കേട്ടാ. അപ്പോൾ ഇതാ നമ്മളുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാസ്റ്റേണിൻ്റെ പാനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതാ നമ്മളുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനിപ്പം ഒന്ന് ലെയർ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ചിക്കനൊക്കെ കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ റെഡിയാക്കിയതാണേ. ഇതിന് മീതെ തന്നെ ഞാൻ ദാ റൈസ് ഇട്ട് കൊടുക്കുകയാണേ, ഈ പാത്രത്തിൽ വെച്ച് തന്നെ എടുക്കുകയാണ്. പിന്നെ കുറച്ച് സാഫ്രോണ് പാലിൽ കലക്കിയതാണേ, അതും കൂടി ഇതിൻ്റെ മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വറുത്തെടുത്ത നമ്മളുടെ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും ഒക്കെ ഇട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സനക്കുട്ടി എവിടെ പോവാ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഈ വാശി കരച്ചിൽ അല്ലേ ബേബി? അങ്ങനെയല്ലേ? എന്ത് ഡ്രസ്സാ ഇട്ടിരിക്കണത്? അങ്ങനെ ഇപ്പൊ ദാ റെഡിയായി പുറത്തേക്ക് പോവാനായിട്ട്. അപ്പം ഇന്നിപ്പോ നിസാറിക്ക ഇല്ല, നിസാറിക്ക ഒരു ആവശ്യമായിട്ട് പുറത്ത് പോയിരിക്കണേ. അപ്പൊ ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. അപ്പൊ സനക്കുട്ടി കണ്ട പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. പുറത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ കുറച്ച് നേരത്തെ പോകാനൊക്കെ പ്ലാൻ ഇട്ടിരുന്നതാണ്. പിന്നെ അറിയാമല്ലോ ഓരോ കാര്യമൊക്കെ നമ്മൾ റെഡിയാക്കിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ സനക്കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്യിച്ചാണ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ പിന്നെ സനക്കുട്ടിക്ക് അങ്ങനെ പാമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, അവള് പറയും കേട്ടോ. അത് നമ്മള് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ആയതാണ്. ഇപ്പം രാത്രി കിടക്കുമ്പോൾ പോലും ചില സമയങ്ങളിൽ പാമ്പേഴ്സ് കെട്ടിക്കിടക്കുമ്പോഴും ആ മോള് പറയും കേട്ടാ വേണ്ട, അത് ഊരി കൊടുക്കാനാണ് പറയണത്. അപ്പൊ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം സന്ധ്യയായി വരുന്ന വെളിയിലൊക്കെ ഇറങ്ങിയപ്പോഴേക്കൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ സനക്കുട്ടിയെ കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഓരോരോ ജോലികളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഈ ഒരു ടൈം ആയിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ദാ ഇവിടെ എത്തി. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് വന്നത് നമ്മുടെ സനക്കുട്ടി ഒന്ന് കറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ചൂടൊന്നും കൊള്ളാതെ അവരെ ചൂട് അടുപ്പിക്കാതെയൊക്കെ നമുക്ക് അവരെ കളിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നേ. കാരണം അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് കയറിയപ്പോഴേക്ക്. അപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ റബ്ബേ ഇനിയിപ്പം നമ്മൾക്കിനി പാർക്കിംഗ് കിട്ടാതെ വരുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്ക് കറക്റ്റായിട്ട് അതിനടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഡോറിന് ഇറങ്ങുന്നതിന് മുൻപ് സനക്കുട്ടി ഉണ്ട് ഇറങ്ങി ഓടുന്നത്. ഇപ്പൊ ഇതാണ് ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് നിക്കത്തില്ല, അതിനു മുൻപ് ആളങ്ങ് ഓടിപ്പോവും. ശരിക്കും ഇങ്ങനെ ക്രൗഡിലൊക്കെ പോകുമ്പോൾ വേണം നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനായിട്ട്. അവര് കൈവിട്ടങ്ങ് പോവുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ശരി ഇവിടെ വന്നാലേ ഫുഡ് കോർട്ടിൽ വന്ന് ഫുഡ് ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള ഇതിനൊക്കെ പോവാന്ന് കരുതിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ആദ്യം ഈ ഒരു ജോലി അങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് നിൽക്കാമല്ലോ. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം സനക്കുട്ടി എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കയറിയത്. അപ്പം അത് കഴിച്ചു കഴിഞ്ഞ ശേഷം സനക്കുട്ടി ഇത് ആക്ഷൻ കാണിക്കുകയാണ് പപ്പയുടെ അടുത്ത്. അവൾക്ക് കളിക്കാൻ പോകണം എന്ന്. അതാണ് ഈ കൈയിട്ട് റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരേ ബഹളം കേട്ടോ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മ്യൂസിക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അത് ഇടാൻ പറ്റാത്തത്. സനക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും പപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാണ്. അവൾക്ക് ഇവിടെ സൽമാനും ഫാബിമോളും എപ്പോഴും ഇവിടെ ലുലുല് വരുമ്പോഴൊക്കെ അവർ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ കളിക്കാനായിട്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ നല്ല പരിചയമാണ്. അപ്പോൾ അവർക്ക് മുൻപ് എവളാണ് ഓടി നടക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ പേടിയൊന്നേ, കുഞ്ഞിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോഴേക്കെ. അപ്പോൾ അവൾക്ക് ഭയങ്കര അവളങ്ങ് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സൽമാന് 2 ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൽ കയറെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ ഒരു റൈഡിൽ കയറുകയാണ് കേട്ടോ. പണ്ട് ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ കയറുമായിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴോ നമ്മളങ്ങനെ പോവാറുമില്ല. പിന്നെന്തോ ഈ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു റൈഡിലേക്ക് കയറി.
ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ, ആസ്വദിക്കുന്നവർക്ക്. ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ആസ്വദിക്കുന്നവരാണോ? ചിലർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല അല്ലേ? അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സനക്കുട്ടിയും കൊണ്ടുവന്നിട്ട് ആദ്യം ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഒരു റൈഡിലേക്ക് കയറിയത് കേട്ടാ. അപ്പം സനക്കുട്ടി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഇങ്ങനെയുള്ള റൈഡിൽ കുഞ്ഞുങ്ങളെ അവർ കയറ്റത്തില്ല. കുഞ്ഞുങ്ങളെന്നല്ല, അവരൊരു ഏജ് പറയുന്നുണ്ട്. ആ ഏജ് ഗ്രൂപ്പുകാരെ മാത്രമേ അവർ ഇതിലേക്ക് കയറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ നിൽക്കുന്നിടത്തൊരു മോള് വന്ന് നിൽക്കുമ്പോഴേക്ക് അവർ ഹൈറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് കയറാൻ പറ്റത്തില്ല. പാവം ആ മോള് ഭയങ്കര നിരാശയായിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ആ കുഞ്ഞിന്റെ മുഖത്ത് വിഷമം കാണുമായിരുന്നു കേട്ടോ. ഇവര് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു റൈഡിൽ ഞാൻ കയറുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ. അപ്പൊ ദാ സനക്കുട്ടി അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. അടുത്ത് സനക്കുട്ടിയുടെ ഊഴമാണ് കേട്ടാ. അപ്പം എന്ത് സന്തോഷാണെന്ന് നോക്കിക്കേ. അവൾക്കറിയാം ഓരോന്ന് എവിടെ ഉണ്ടെന്ന് അവള് തന്നെ എൻ്റെ അടുത്ത് കാണിച്ചു തരുവാണ് കേട്ടാ. ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാനും ഒക്കെ ആക്ഷൻ കാണിച്ചു തരുവാണേ. അങ്ങനെ സനക്കുട്ടിയെയും കൊണ്ടുവന്നത് ആ സനക്കുട്ടി ഈ ഗെയിമിൽ ഇരുത്തി. അങ്ങനെ സനക്കുട്ടിയെ കൊണ്ടുവന്നതാ ഇതിലൊക്കെ ഇരുത്തി ഒന്ന് കളിപ്പിക്കാൻ കേട്ടാ. കൊച്ചു കുഞ്ഞുങ്ങളെ ഇതുപോലെയൊക്കെ ഇരുത്തി കളിപ്പിക്കുമ്പോൾ കാണുന്നൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ശരിക്കും സനക്കുട്ടിയാണ് അതിലിരിക്കുന്നെങ്കിലും പെട്ടെന്ന് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് അങ്ങ് പോയി കേട്ടാ. ഏറ്റവും കൂടുതൽ നമ്മളുടെ വീട്ടിൽ ഇതുപോലെയുള്ള റൈഡിലൊക്കെ കയറ്റിയിട്ടുള്ളതും കളിപ്പിച്ചിട്ടുള്ളതും സൽമാനെയാണ് കേട്ടാ. ഞങ്ങളന്ന് സൗദിയിലായിരുന്നു. അപ്പൊ അവിടെ ടോയ് ടൗൺ ഉണ്ട്. അപ്പൊ ടോയ് ടൗണിൽ മിക്കവാറും ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോയിരുന്നേ. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് കേട്ടാ, ഈ പിള്ളേരൊക്കെ ഇരുത്തുമ്പോഴേ. പക്ഷെ നമ്മുടെ റിച്ചു ഉണ്ടായിരുന്നപ്പോഴേ അങ്ങനെ ആസ്വദിപ്പിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോഴേക്ക് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ വന്നല്ല, അന്നൊന്നും ഇവിടെ ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സനക്കുട്ടി ഇതാ ബസ്സിലും ട്രെയിനിലും എല്ലാത്തിലും ഇങ്ങനെ കയറുകയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാല് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സാണ് കേട്ടാ. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്ത് പറയുന്നത്. ഒരുപാട് ഗെയിമുകൾ ഉണ്ടല്ലോ. അപ്പൊ സനക്കുട്ടിക്ക് ഇതിലൊക്കെ ഇരുന്നിട്ടും അങ്ങോട്ട് അവള് ഒന്നിലിരുന്ന് അത് മുഴുമിപ്പിക്കത്തില്ല. അതിനു മുൻപ് അവൾക്ക് അടുത്തതിലേക്ക് കയറണം കേട്ടാ. ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ സലൂണിന്റെ അടുത്ത് പറഞ്ഞു, ഇവൾക്കില്ല ഇതിവിടെ കാണാൻ പാടാണല്ലോ. ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഇവരെ മോളെ ഇതിലെല്ലാം ഇരുത്തുന്നത് കൊണ്ട് അവൾക്ക് അതെല്ലാം അറിയാം. ഏതിൽ കയറണം, അടുത്ത ഏതിലേക്ക് പോകും. പിന്നെ നോക്കിയപ്പോഴേക്ക് ഈ കുതിരയിൽ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കൊണ്ടുവന്നിരുത്തി ആളങ്ങ് ആസ്വദിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇരുത്തുമ്പോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എവിടെടുത്ത് ചാടോ എന്നൊക്കെ ഉള്ളത്. ഞാൻ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടാ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ ഇതിങ്ങനെ പോകുമ്പോഴേക്ക് പെട്ടെന്നൊക്കെ എടുത്ത് ചാടി കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ. അപ്പം ഇതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പിള്ളേരെ ആസ്വദിക്കുന്ന ഇതുപോലെയുള്ള സനക്കുട്ടിയെ പോലെയുള്ള കുട്ടികളൊക്കെ അപ്പുറത്ത് ഒക്കെ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടാ. അതിലൊക്കെ ഇവൾക്ക് കണ്ട ഇതിലിരിക്കുന്നെങ്കിലും നോട്ടമെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാണ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞ അവള് നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ താഴേക്ക് പോവാം, നിങ്ങൾ അവിടെ കളിപ്പിച്ചിട്ടൊക്കെ വന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് എനിക്കിങ്ങനെ ഈ ക്രോക്കറി ഐറ്റംസ് ഒക്കെ പുതിയത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമാണ്. റംസാനൊക്കെ വരെയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പുതിയ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്ന കരുതി വന്ന് ഞാനൊക്കെ നോക്കുകയാണ് കേട്ടാ. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് വേണ്ടതായിട്ടുള്ള ഒന്നും തോന്നിയില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയാണ്. അപ്പൊ പിന്നെ ജസ്റ്റ് എനിക്കിങ്ങനെ കാണാനും ഇഷ്ടമാണ് കേട്ടാ. കണ്ട് ആസ്വദിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അല്ലാതെ എനിക്ക് അതിങ്ങനെ നിർബന്ധമായിട്ട് വാങ്ങിക്കണം എന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇല്ലാത്തതും പിന്നെ ഞാൻ എപ്പോഴും പറയില്ല, ക്വാളിറ്റി ഒക്കെ നോക്കിയേ ഞാൻ വാങ്ങിക്കണമെങ്കിൽ തന്നെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. അപ്പം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ പോട്ടൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത് വയ്ക്കാനുള്ള സ്പേസ് വേണ്ടേ. അപ്പൊ ഞാൻ അതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ നോക്കിയത്. സംഭവമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. വീട്ടിന് സ്ഥലമുള്ളവർക്കൊക്കെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചാല് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ താഴെ ഇവര് വന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇവര് താഴെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്ക് നമ്മുടെ സനക്കുട്ടിക്ക് സൽമ വാങ്ങിയാണേ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതൊക്കെ കണ്ട് അവൾക്ക് തന്നെ അത് പിടിക്കണം. അങ്ങനെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ട് നടക്കാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ നിസാർക്കയായിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴാണ് നിസാർക്കയ്ക്ക് വരാൻ പറ്റാത്തൊരാവശ്യമായിപ്പോയി. അപ്പൊ പിന്നെ നിസാർക്ക പറഞ്ഞ് ഇവരുടെ കൂടെ പോയിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു.
അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് വരത്തുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ, ഇപ്പം ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ എടുക്കും. അപ്പൊ ആദ്യമേ വന്ന് ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ വരുമ്പോഴേക്കും ആദ്യം വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലും ആ ചൂടടിച്ചിട്ട് സംഭവം ചീത്തായി പോകും. അതിനേക്കാളും നമ്മൾ കറങ്ങി എല്ലാം ലാസ്റ്റ് ആകുമ്പോൾ ഇവിടെയൊക്കെ ലേറ്റ് ആവുക അടയ്ക്കാൻ. അപ്പോഴാണ് ഞാനൊരു ഫ്രൂട്ട് കണ്ടത്. ഈ ഒരു ഫ്രൂട്ടിന്റെ പേരറിയുന്നവർ പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്രൂട്ട് കാണുന്നത് കേട്ടാ. റെഡും ഓറഞ്ചും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. അപ്പൊ അറിയുന്നവര് പേര് പെട്ടെന്ന് പറയുക കേട്ടാ. അപ്പൊ ഞാൻ ആ ഫ്രൂട്ടിന്റെ വില ചോദിച്ചപ്പോ അവര് പറഞ്ഞു 850 എങ്ങാണ്ടാവും, വില ഇട്ടിട്ടില്ല, അത്രയൊക്കെ ആവും എന്നാണ് പറഞ്ഞത് കേട്ടാ. എന്തായാലും അതൊന്നും വാങ്ങിയൊന്നുമില്ല, അത് ജസ്റ്റ് കണ്ട് അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ സാധനം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഇത് ഏകദേശം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. കണ്ട നമ്മൾ വന്നപ്പോ എങ്ങനെ ഇരിക്കുന്നത്, ഇപ്പൊ നോക്കിക്കേ, എല്ലായിടും നല്ല കാലി, രാത്രിയായി കേട്ടാ. ഇതാണ് നമ്മൾ മാത്രം വന്നാലുള്ള ഒരു കുഴപ്പം. നിസാർക്ക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ വീടെത്തിയേനേന്നറിയാവോ. ഇതിപ്പം നമ്മളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചുമ്മാ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി ഇങ്ങനെ നടന്ന്, പിന്നെ സനമോളയും കൊണ്ട് തന്നെ ഉള്ള കറക്കം തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ആ 2 റെസിപ്പി ഇല്ലേ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.